1316 22 പിയൂസ് പോപ്പിനോട് ബന്ധിങ്ങം ധരിച്ച് മരിക്കുന്നവർ അടുത്തു വരുന്ന ശനിയാഴ്ച ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടും എന്ന് ഈ മറിയം പറഞ്ഞു. പിന്നീടുണ്ടാകുന്ന പ്രത്യക്ഷത ഗ്വാഡാലൂപ്പ് മെക്സിക്കോയിൽ 1531 പിന്നീട് 1830 പാരീസിൽ ഫ്രാൻസിൽ പ്രത്യക്ഷപ്പെട്ടതായി പറയപ്പെടുന്നു. പിന്നീട് 1846 ഫ്രാൻസിൽ ലാസലേറ്റ് എന്ന സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടതായിട്ട് പറയുന്നു. പിന്നീട് 1858 ഫ്രാൻസിൽ ലൂർദിൽ പ്രത്യക്ഷപ്പെട്ടു. പിന്നീട് 1879 അയർലൻഡിൽ നോക്ക് എന്ന സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടു. പിന്നീട് 1917 പോർട്ടുഗലിൽ ഫാത്തിമ എന്ന സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടതായി പറയുന്നു. 1932 ബെൽജിയത്തിൽ ബ്യൂറായിങ് എന്ന സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടു. 1933 ബെൽജിയത്തിൽ തന്നെ ബാന്യൂക്സിൽ പ്രത്യക്ഷപ്പെട്ടു. 1981 ബോസ്നിയ ഹെർസഗോവിനയിലെ മെഡ്ജുഗോറയിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ഈ ആധുനിക മറിയത്തിൻ്റെ ഈ പ്രത്യക്ഷതകളെല്ലാം ദൈവവചന വിരുദ്ധമാണ്. അതിൻ്റെ കാരണങ്ങൾ നാം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് മരിച്ച് സ്വർഗത്തിലേക്ക് പോയ ഒരാൾക്ക് ജീവിച്ചിരിക്കുന്നവരുടെ വിശ്വാസത്തെ ശക്തീകരിക്കുന്നതിനായി തിരിച്ചു വരുവാൻ കഴിയില്ല. ഈ സത്യം ധനവാന്റെയും ലാസറിൻ്റെയും അനുഭവ ചരിത്രത്തിൽ നിന്ന് യേശു ബൈബിളിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു, പിതാവേ, അങ്ങനെയെങ്കിൽ ലാസറിനെ എൻ്റെ പിതൃഭവനത്തിലേക്ക് അയക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കാരണം എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും പീഡകളുടെ ഈ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിന് അവൻ അവർക്ക് സാക്ഷ്യം നൽകട്ടെ. എന്നാൽ അബ്രഹാം പറഞ്ഞു, അവർക്ക് മോശയും പ്രവാചകന്മാരുമുണ്ടല്ലോ. എന്നാൽ ധനവാൻ മറുപടി പറഞ്ഞത്, പിതാവായ അബ്രഹാമേ, അങ്ങനെയല്ല, മരിച്ചവരിൽ ഒരുവൻ ചെന്ന് പറഞ്ഞാൽ അവർ അനുതപിക്കും. അബ്രഹാം അവനോട് മറുപടി പറഞ്ഞു, മോശയും പ്രവാചകന്മാരും പറയുന്നത് അവർ കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്താലും അവർക്ക് ബോധ്യമാവുകയില്ല. അപ്പോൾ ധനവാൻ പറഞ്ഞ, നശിച്ച് നരകത്തിൽ കിടക്കുന്ന ധനവാൻ പറയുന്ന ഒരു ആശയത്തെയാണ് മരിച്ചവരിൽ നിന്നും ഒരാൾ തിരിച്ചു വന്ന ചില സന്ദേശങ്ങൾ പറഞ്ഞാൽ ചിലർ കേൾക്കും, അതിനായി മരിച്ച ഒരാളെ തിരിച്ചു വരുത്തി അയക്കണമെന്നുള്ളത് നശിച്ചുപോയ ധനവാൻ്റെ ചിന്താഗതിയാണ്, അവൻ്റെ തത്വചിന്തയാണ്, അവൻ്റെ ദൈവശാസ്ത്രമാണ്. അതാണോ ഇന്ന് സഭ തീരുമാനിക്കേണ്ടത്? അതോ അബ്രഹാം പറഞ്ഞ കാര്യമാണോ? അബ്രഹാം പറഞ്ഞത് പ്രകാരം മരിച്ചവരിൽ നിന്ന് ഒരുത്തന് തിരിച്ചു വരുവാൻ സാധ്യമല്ല. ഈ വ്യക്തമായിട്ടുള്ള ബൈബിൾ സത്യത്തെ മനസ്സിലാക്കാതെ മാനുഷികമായ രീതിയിൽ തത്വചിന്തകൾ അവതരിപ്പിച്ച് മനുഷ്യനെ ആത്മീയമായി അട്ടിമറിക്കുന്ന ഒരു പ്രവണതയാണ് ഇത്തരം പ്രത്യക്ഷതകളിലൂടെ നാം കാണുന്നത്. അപ്പോൾ ആ ഉപമയിലൂടെ നാം കാണുന്നത്, മരിച്ചവർ പ്രത്യക്ഷപ്പെട്ടുവെന്ന് മനുഷ്യർക്ക് സന്ദേശം കൊടുക്കുന്നതിന് ദൈവം എതിരാണ് എന്നാണ്. അതാണ് ബൈബിൾ വ്യക്തമാക്കുന്നത്. കാരണം അത് അനാവശ്യമാണ്. അതായത് അവർക്ക് മോശയും പ്രവാചകന്മാരുമുണ്ടല്ലോ. അതാണ് അബ്രഹാം പറഞ്ഞത്. അതാണ് ദൈവത്തിൻ്റെ പെർസ്പെക്റ്റീവ്. ആ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് നോക്കാതെ നശിച്ചുപോയ ധനവാന്റെ കാഴ്ചപ്പാട് ദൈവശാസ്ത്രമായി അവതരിപ്പിക്കുന്ന ഇത്തരം തട്ടിപ്പുകൾക്ക് മുൻപിൽ നാം അടിയറ വയ്ക്കുവാൻ പാടില്ല. അവരിൽ വിശ്വസിക്കാത്തവർ, അതായത് മോശയിലും, അപ്പോൾ മോശയും പ്രവാചകന്മാരും ഇന്നത്തെ വിശ്വാസിക്കും സമൂഹത്തിനുമുണ്ട്. അവർ പറയുന്നതാണ് നാം കേൾക്കേണ്ടത്. അവരിൽ വിശ്വസിക്കാത്തവർ, മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ് ചെന്ന് പറഞ്ഞാലും വിശ്വസിക്കുകയില്ല എന്നാണ് ദൈവത്തിൻ്റെ ചിന്ത. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയും പ്ലാനും ചിന്തകളും അട്ടിമറിച്ചിട്ട് മറ്റു ചില ആശയങ്ങളെ എടുത്തിട്ട് അതിൽ വിശ്വസിക്കുവാനായിട്ട് മനുഷ്യരെ പ്രേരിപ്പിക്കുന്ന ഇത്തരം സഭകളുടെ ചിന്താഗതികൾ ദൈവവിരുദ്ധമാണ്, മനുഷ്യൻ്റെ സുബോധത്തിന് വിരുദ്ധമാണ് എന്ന് നാം മനസ്സിലാക്കണം. അതിനാൽ മറിയത്തിൻ്റെ പ്രത്യക്ഷതകൾ ദൈവഹിതപ്രകാരമുള്ളതല്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. മരിച്ച് നരകത്തിൽ പോയവർക്ക് തിരിച്ചു വരുവാൻ കഴിയില്ല. കൂടാതെ ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ ഒരു വലിയ ഗർത്തവും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് അബ്രഹാം പറഞ്ഞത്. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുത്തേക്കോ അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്തേക്കോ വരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുകയില്ല. അപ്പോൾ ദൈവവചനപ്രകാരം അസാധ്യമായ ഒരു പ്രത്യക്ഷതയാണ് ഉണ്ട് എന്ന് വരുത്തി തീർക്കുന്ന ഈ സഭയിൽ നടക്കുന്നത്.
അത് വാസ്തവത്തിൽ ജനങ്ങളെ വഞ്ചിക്കുകയാണ് എന്ന് ജനം മനസ്സിലാക്കണം. അങ്ങനെ മരിച്ചവർക്ക് ആർക്കും അവരുടെ ഇഷ്ടാനുസരണം തിരിച്ചു വരുവാൻ കഴിയുകയില്ല എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. മാത്രവുമല്ല, 1 യോഹന്നാൻ ലേഖനത്തിൽ നാം വായിക്കുന്നു, പ്രിയപ്പെട്ടവരെ, എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത്. ആത്മാക്കളെ പരിശോധിച്ച് അവ ദൈവത്തിൽ നിന്നാണോ എന്ന് വിവേചിക്കുവിൻ. അപ്പോൾ ദൈവവചനപ്രകാരം അല്ലാതെ വരുന്ന ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളതല്ല എന്ന് കൃത്യമായിട്ട് ദൈവത്തിൻ്റെ വചനം നമ്മോട് സംസാരിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന ആത്മാക്കളെ പരിശോധിച്ച് അവ ദൈവത്തിൽ നിന്നാണോ എന്ന് വിവേചിക്കുവാനുള്ള സുബോധം, ഒരു തീരുമാനം പോലും എടുക്കുവാൻ ഇന്നത്തെ കത്തോലിക്ക വിശ്വാസികൾക്ക് മനസ്സില്ല എന്നുള്ളതാണ് അവരുടെ പരാജയം. പല വ്യാജ പ്രവാചകന്മാരും ലോകത്തിലെങ്ങും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവിനെ നിങ്ങൾക്ക് ഇങ്ങനെ തിരിച്ചറിയാം. യേശു ക്രിസ്തു ശരീരം ധരിച്ചു വന്നു എന്ന് ഏറ്റുപറയുന്ന ആത്മാവ് ദൈവത്തിൽ നിന്നാണ്. യേശുവിനെ ഏറ്റുപറയാത്ത ആത്മാവ് ദൈവത്തിൽ നിന്നല്ല. വരാനിരിക്കുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുള്ള അന്തിക്രിസ്തുവിൻ്റെ ആത്മാവാണത്. അപ്പോൾ അന്തിക്രിസ്തുവിൻ്റെ ആത്മാവാണ് ഇന്ന് അവിടെയും ഇവിടെയുമൊക്കെ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയപ്പെടുന്നത്. ഇപ്പോൾ തന്നെ അത് ലോകത്തിലുണ്ട്. അപ്പോൾ ദൈവവചനപ്രകാരമുള്ള ഈ പരിശോധനയിൽ വിജയിക്കാൻ മറിയത്തിൻ്റെ പ്രത്യക്ഷതകൾക്ക് കഴിയില്ല എന്നുള്ളതാണ് സത്യം. മറിയത്തിൻ്റെ പ്രത്യക്ഷതകൾ ബൈബിളിലെ നിബന്ധനകൾ പാലിക്കാൻ പരാജയപ്പെടുന്നത് കൊണ്ട് നാം അവയെപ്പറ്റി ജാഗ്രത പുലർത്തണം. യേശു മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം! നിങ്ങൾ ഒരുത്തനെ മതത്തിൽ ചേർക്കുവാൻ കടലും കരയും ചുറ്റി നടക്കുന്നു. ചേർന്ന ശേഷം അവനെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരകയോഗ്യനാക്കുന്നു. ഏതെങ്കിലും ഒരു ജനതയെയോ ഒരു രാജ്യത്തെയോ ഉന്മൂലനം ചെയ്യുമെന്നും തകർത്ത് നശിപ്പിക്കുമെന്നും എപ്പോഴെങ്കിലും ഞാൻ പ്രഖ്യാപിച്ചിരിക്കെ ആ ജനത തിന്മയിൽ നിന്ന് പിന്തിരിഞ്ഞാൽ അതിനോട് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന വിനാശത്തെക്കുറിച്ച് ഞാൻ അനുതപിക്കും. ഏതെങ്കിലും ഒരു ജനതയെയോ ഒരു രാജ്യത്തെയോ പടുത്തുയർത്തുമെന്നും നട്ടു വളർത്തുമെന്നും എപ്പോഴെങ്കിലും ഞാൻ പ്രഖ്യാപിച്ചിരിക്കെ ആ ജനത എൻ്റെ വാക്ക് ചെവിക്കൊള്ളാതെ എൻ്റെ മുമ്പിൽ തിന്മ പ്രവർത്തിക്കുകയാണെങ്കിൽ അതിനോട് പ്രകടിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്ന നന്മയെക്കുറിച്ച് ഞാൻ അനുതപിക്കും എന്നാണ് യിരെമ്യാവിൻ്റെ പുസ്തകം 18-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. അപ്പോൾ സാത്താൻ്റെ പ്രവർത്തനത്താൽ നിയമനിഷേധിയുടെ ആഗമനം എല്ലാ ശക്തികളോടും വ്യാജമായ അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും സത്യത്തെ സ്നേഹിക്കാൻ, അങ്ങനെ രക്ഷ പ്രാപിക്കാനും വിമുഖത കാണിക്കുകയാൽ നശിച്ചു പോകുന്നവരെ വഞ്ചിക്കുന്ന അനീതികളോടും കൂടെ ആയിരിക്കും. അങ്ങനെ വ്യാജമായതിനെ വിശ്വസിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാബോധം ദൈവം അവരിൽ ഉണർത്തും. തൽഫലമായി സത്യത്തിൽ വിശ്വസിക്കാതെ അനീതിയിൽ ആഹ്ലാദിച്ചവരെല്ലാം ശിക്ഷയ്ക്ക് വിധിക്കപ്പെടും എന്നാണ് 2 തെസ്സലോനിയ ലേഖനത്തിൽ പറയുന്നത്. അപ്പോൾ വ്യാജമായതിനെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാബോധം, അതാണ് ഇന്നത്തെ മറിയ പ്രത്യക്ഷതകളിലൂടെ അവരുടെ വിശ്വാസികളിൽ വെളിപ്പെടുന്ന മിഥ്യാബോധം. വ്യാജമായതിനെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാബോധം. നീ ദൈവത്തെ ആരാധിക്കുക. യേശുവിനുള്ള സാക്ഷ്യമാണ് പ്രവചനത്തിൻ്റെ ആത്മാവ് എന്ന് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. അവർ സത്യത്തിന് നേരെ ചെവിയടച്ച് കഥകളിലേക്ക് ശ്രദ്ധ തിരിക്കും. ദൈവത്തിൻ്റെ വചനം വ്യക്തമായി ബൈബിളിലുള്ളപ്പോൾ അതിന് വിരുദ്ധമായി വരുന്ന ഇത്തരം പ്രത്യക്ഷതകളും അതിൻ്റെ കെട്ടുകഥകളിലേക്കും ശ്രദ്ധ തിരിക്കുന്ന ഒരു ജനം, അതിന് എല്ലാവിധ സഹായവും ചെയ്തു കൊടുക്കുന്ന വഞ്ചനാത്മകമായ ഒരു നേതൃനിര, അതാണ് ഇത്തരം സഭകളിൽ നാം ദർശിക്കുന്നത്. സാത്താൻ്റെ പ്രവർത്തനത്താൽ നിയമനിഷേധിയുടെ ആഗമനം എല്ലാ ശക്തികളോടും വ്യാജമായ അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും സത്യത്തെ സ്നേഹിക്കാനും അങ്ങനെ രക്ഷ പ്രാപിക്കാനും വിമുഖത കാണിക്കുകയാൽ
നശിച്ചു പോകുന്നവരെ വഞ്ചിക്കുന്ന അനീതികളോടും കൂടെ ആയിരിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അതിനാൽ വ്യാജമായതിനെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാബോധം ദൈവം അവരിൽ ഉണർത്തും. തൽഫലമായി സത്യത്തിൽ വിശ്വസിക്കാതെ അനീതിയിൽ ആഹ്ലാദിച്ചവരെല്ലാം ശിക്ഷയ്ക്ക് വിധിക്കപ്പെടും എന്നാണ് 2 തെസ്സലോനിയ ലേഖനത്തിൽ നാം വായിക്കുന്നത്. 2 കൊരിന്ത്യർ ലേഖനത്തിൽ നാം വീണ്ടും വായിക്കുന്ന 11-ാം അധ്യായത്തിൽ അത്ഭുതപ്പെടേണ്ട പിശാച് പോലും പ്രഭാപൂർണനായ ദൈവദൂതനായി വേഷം കെട്ടാറുണ്ടല്ലോ. അത്തരം വേഷം കെട്ടലുകളാണ് ഇത്തരം പ്രത്യക്ഷതകളിൽ നാം കാണുന്നത് എന്ന് നാം മറന്നു പോകരുത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത്. ആത്മാക്കളെ പരിശോധിച്ച് അവ ദൈവത്തിൽ നിന്നാണോ എന്ന് വിവേചിക്കുവിൻ. എല്ലാ അത്ഭുതങ്ങളും ദൈവത്തിൽ നിന്നല്ല, എല്ലാ പ്രത്യക്ഷതകളും ദൈവത്തിൽ നിന്നല്ല.